നമ്മൾ ബൈബിൾ പഠിക്കാനായിട്ട് വരുമ്പോൾ, ബൈബിൾ പഠനത്തിനായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടാകേണ്ടുന്ന പ്രൈമറി റിസോഴ്സ് പറയണം. എന്താണ്? ബൈബിളാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ നിർബന്ധമായും ബൈബിൾ ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ബൈബിൾ പഠിക്കാനായിട്ട് വരുമ്പോൾ ബൈബിൾ എങ്ങനെ വയ്ക്കണം? അടച്ചു വയ്ക്കാൻ പാടില്ല. പറയുന്ന ഭാഗങ്ങൾ തുറന്ന് എടുത്ത് വായിച്ച് അതിൽ പങ്കുചേരണം. അതാണ് ബൈബിൾ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം, അതിനുള്ളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ നിർബന്ധമായും എഴുതി വയ്ക്കണം. ഇത്രയും ആയതുകൊണ്ട് തീർന്നോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ബൈബിൾ സ്റ്റഡിയുടെ പ്രാധാന്യത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രസംഗവും പഠനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രസംഗത്തിൽ ഒരാൾ ദൈവം നൽകിയ ചിന്തകളെ, ആലോചനകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യു ആർ ജസ്റ്റ് ലിസണിങ് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവവചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയും, പക്ഷേ നിങ്ങൾക്കത് കേട്ട് ഗ്രഹിക്കാനായി ഒരു പക്ഷേ കൂടുതൽ സമയം വേണ്ടി വരും. കേൾക്കുന്നതിൽ ഒരു കുറച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നത്. ചിലർക്ക് കൂടുതൽ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ളവർക്ക് പറയുന്നതിൽ നല്ലൊരു ശതമാനവും ഉള്ളിലേക്ക് വരും. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു പ്രസംഗമല്ല, എന്താണ്? പഠനമാണ്. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണ് പലതും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്? 5 പ്രാവശ്യം പറയുമ്പോൾ ഞാനും പഠിക്കും, നിങ്ങളും പഠിക്കും. എൻ്റെ ഹൃദയത്തിലും ഇരിക്കും, നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കും. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ഡൗൺ ചെയ്യണം. പറയുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാനായിട്ടുള്ളത് എഴുതി വയ്ക്കണം. ഇന്ന് പോയിട്ട് ഇനി 1 മാസത്തേക്കുള്ള അസൈൻമെൻറ്റാണ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ അടുത്തൊരു മാസം വരെ നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പഠനം കൊണ്ട് പ്രയോജനമുള്ളൂ. ഇപ്പോൾ പലയിടങ്ങളിലും ബൈബിൾ സ്റ്റഡിയിലൂടെ ജനങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി ദൈവവചനം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്കും ദൈവം അങ്ങനെ ഒരു അവസരം തരികയാണ്. അപ്പോൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തുകൊണ്ടാണ് ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്നത് നമ്മൾ പഠിക്കുകയാണ്. നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 48 എന്ന വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വചനം. അവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനെ പരിചയപ്പെടുകയാണ്. ആ മനുഷ്യൻ്റെ പേര് നഥനയേൽ. ആരാണ്? നഥനയേൽ. നമ്മൾ ഇന്നത്തെ പഠനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഭാഗം നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെ ബൈബിൾ എടുത്തിട്ട് നമ്മൾ ആ ഭാഗം വായിക്കും. എല്ലാവരും ചേർന്ന് നമ്മൾ ഒരുമിച്ച് ആ ഭാഗം വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഈ നഥനയേൽ എന്ന വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ വായിക്കുകയാണ് 43 മുതൽ. നമുക്ക് ഒരുമിച്ച് വായിക്കാമോ? ബൈബിൾ എടുക്കുക. അപ്പോൾ പഠനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരുമിച്ച് വായിക്കുക. അതാണ് ഒരു സ്റ്റഡിയുടെ, ഒരുമിച്ചുള്ള പഠനത്തിൻ്റെ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്. ഒരുമിച്ച് വായിക്കണം. വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലതും ഹിൻഡ് ചെയ്യും. അതിനെന്ത് ചെയ്യണം? ബൈബിളിൽ മാർക്ക് ചെയ്യാനൊന്ന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ബൈബിൾ സ്റ്റഡിയുടെ ഒന്നാമത്തെ ഘട്ടം എന്താണ്? നമ്മൾ വായിക്കണം. പഠിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? വായിക്കണം. വായിക്കുമ്പോൾ ആ വചനം നമ്മളോട് സംസാരിക്കും. വായിച്ചാൽ മാത്രമേ അതിന് നമ്മളോട് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഫിലിപ്പോസാണ്. ആദ്യം ഫിലിപ്പോസ് ആരെ പരിചയപ്പെടുത്തുകയാണ്? നഥനയേലിനെ പരിചയപ്പെടുകയാണ്. നഥനയേലിനോട് വന്ന് പറഞ്ഞു, 45-ാമത്തെ വാക്യം, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ആരാണിത് പറയുന്നത്? ഫിലിപ്പോസ്. ഫിലിപ്പോസ് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ന്യായപ്രമാണം പഠിച്ചിരുന്നവർ ആയിരുന്നു. അപ്പം ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളെ അവർ വായിച്ചു കൊണ്ടിരുന്നു, അവർ പഠിച്ചുകൊണ്ടിരുന്നു. ന്യായപ്രമാണ കാര്യങ്ങൾ അവർ വായിക്കാനും പഠിക്കാനും ശ്രമിച്ചതുകൊണ്ട് ഇപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ന്യായപ്രമാണം വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. ആ ആൾ ആരാണ്? യേശുവാണ്. യേശുവിനെക്കുറിച്ച് ന്യായപ്രമാണത്തിൽ എഴുതി വച്ചിരുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാനതിനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത് ബൈബിൾ സ്റ്റഡിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒത്തിരി കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
കണ്ടെത്താനായി സാധിക്കും. നിങ്ങൾക്കുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ വചനത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് അടച്ചു വച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വചനം തുറന്ന് വായിക്കണം. ഇപ്പോൾ ഫിലിപ്പോസ് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ വചനം വായിച്ചിരുന്നു, ന്യായപ്രമാണം പഠിച്ചിരുന്നു. ആ ന്യായപ്രമാണം പഠിച്ചപ്പോൾ ഒരാളെക്കുറിച്ച് എനിക്ക് മനസ്സിലായി, ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ടെത്തി. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത് വചനം വായിച്ച് അതിനുള്ളിൽ നിങ്ങൾക്ക് ചില നന്മകൾ ദൈവം വച്ചിട്ടുണ്ട്, അതിനെ കണ്ടെത്തണം. വെറുതെ വായിച്ച് കളയരുത്. വായിച്ച് ഉള്ളിൽ സംഗ്രഹിച്ച് എവിടെയാണ് നിങ്ങൾക്കുള്ള നന്മ എന്ന് മനസ്സിലാക്കി അതിനെ കണ്ടെത്തണം. നന്മ കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്? ഈ നന്മയെ ഒളിച്ചു വയ്ക്കാനായിട്ട് പാടുണ്ടോ? ഇല്ല. ഫിലിപ്പോസ് ദൈവവചനം വായിച്ച് മനസ്സിലാക്കി ആരെ കണ്ടു? യേശുവിനെ കണ്ടെത്തി. നമുക്കൊരു നന്മ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത ഒരാളിനോട് പറയണം. അതാണ് സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. വചനം നമ്മൾ പഠിക്കുന്ന എന്താണ്? വചനത്തിൽ നിന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടി, നിങ്ങൾക്കൊരു രോഗസൗഖ്യം കിട്ടി, നിങ്ങളുടെ ഒരു പ്രശ്നം മാറി. നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഈ സമപ്രശ്നമുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്തിയാൽ അയാളോട് ഇതിനെക്കുറിച്ച് പറയണം. ഒരാളോടെങ്കിലും നിങ്ങൾ എന്ത് പറയണം? സുവിശേഷം പറയണം. ഒരാളോടെങ്കിലും വചനം പറയണം. അതിനുവേണ്ടി നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലാണോ, നിങ്ങൾ എവിടെയായിരുന്നാലും ഒരാളോടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പറഞ്ഞിരിക്കണം? സുവിശേഷം പറയണം. സുവിശേഷം പറയണം. അങ്ങനെയെങ്കിൽ ഫിലിപ്പോസ് വചനം വായിച്ചതിലൂടെ ആരായിട്ട് മാറി? ഫിലിപ്പോസ് ഒരു സുവിശേഷകനായിട്ട് മാറി. എങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾ വചനം വായിച്ചാൽ, നിങ്ങൾ ഉള്ളിലുള്ള മർമ്മങ്ങളെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നാൽ നിങ്ങളും ആരായിട്ട് മാറും? നിങ്ങളും ഓരോ സുവിശേഷകന്മാരായിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പറഞ്ഞേ, ഫിലിപ്പോസ് എന്ത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്? വചനം വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. വചനം വായിച്ചപ്പോൾ വചനത്തിനുള്ളിലുള്ള ഒരു സത്യം അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ആ സത്യത്തെ ഇന്നവൻ കണ്ടെത്തി. അപ്പോൾ ദൈവം നിങ്ങൾക്ക് വചനത്തിനുള്ളിൽ കുറേ അനുഗ്രഹങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് വചനത്തിനുള്ളിൽ ധാരാളം നന്മകൾ ഒളിച്ചു വച്ചിട്ടുണ്ട്. ഈ നന്മകൾ നിങ്ങൾ വെറുതെ ഇരുന്നാൽ ഒരിക്കലും കണ്ടെത്താനായിട്ട് കഴിയുകയില്ല. ദൈവം വചനത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ഒളിപ്പിച്ചു വച്ചിട്ടുള്ള നിധികളാണ് ഈ അനുഗ്രഹങ്ങൾ. അത് അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, അന്വേഷിക്കുന്നവൻ അവൻ നേടും. അവൻ ജീവിതത്തിൽ അത് വച്ച് ഉന്നതങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വച്ചിട്ടുള്ള സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം വച്ചിട്ടുള്ളതാണ്. അന്വേഷിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ദൈവം തുറന്നു തരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അതൊരു കാരണവുമായി തീരും. ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കുക. വചനത്തിലൂടെ വചനം തുറന്ന് ഞാൻ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ എനിക്ക് വേണ്ടിയുള്ളത് വെളിപ്പെടുത്തി തരാനായി ദൈവത്തോട് പ്രാർത്ഥിക്കും, അന്വേഷിക്കും. അപ്പോൾ ഇന്നു മുതൽ എന്ത് ചെയ്യണം? വചനം വായിക്കണം. അപ്പോൾ ദൈവം അതിനകത്തുള്ള നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് കാണിച്ചു തരും. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? രണ്ടാമതൊരാളിനോട് ഷെയർ ചെയ്യണം. ഇനി വായിക്കാം. ഇനി അത് മനസ്സിലാകും. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ കണ്ടെത്തി എന്നിട്ട് പറഞ്ഞു, അവൻ ആരാണ്? അവൻ യോസെഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെയാണ്. അപ്പോൾ കൺഫേം ചെയ്യുകയാണ്. ആര് തന്നെയാണത്? യേശുവാണ് അത്, മറ്റാരുമല്ല. നമ്മുടെ മുന്നിൽ പല ഓപ്ഷൻസ് വരും. പക്ഷേ ദൈവമാണ് നമുക്കൊരു കാര്യം കാണിച്ചു തരുന്നതെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, അവൻ കൺഫേം ചെയ്ത് പറയുകയാണ്, അത് മറ്റാരുമല്ല, അത് യേശു ക്രിസ്തു തന്നെയാണ്. നസ്രയനായ യേശുവാണ് അത്. ജീസസ് നാസറേറ്റ്, നസ്രയനായ യേശുവാണ് അത്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ദൈവം നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിരിക്കും. അത് വലത്തോട്ട് ഇടത്തോട്ട് നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. വചനം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡയറക്ഷൻ കറക്റ്റായിരിക്കും. സംശയിക്കേണ്ടി വരികയില്ല. കൃത്യമായ ഉത്തരം ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ അവിടെ ശങ്കപ്പെടേണ്ട കാര്യമില്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇനി നമ്മൾ നഥനയേലിലേക്ക് പോവുകയാണ്. അപ്പം നഥനയേലിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ നഥനയേൽ ചോദിക്കുകയാണ്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അതാണ് ആരുടെ ചോദ്യം? നഥനയേലിൻ്റെ ചോദ്യം. ആ ചോദ്യം ചോദിച്ചു. എന്നിട്ട് ഫിലിപ്പോസ് അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ എഴുന്നിട്ട് കാര്യമുണ്ടോ? എന്ത് ചെയ്യണം? വന്ന് കാണ്. അവനോട് പറയുകയാണ്, നീ വന്ന് കാണണം. വന്ന് കാണണമെന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, വചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്നൊരു വചനമുണ്ട്. ഓർമ്മയുണ്ടോ?
എനിക്ക് വചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണണം, പക്ഷേ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, എൻ്റെ കണ്ണ് നീ തുറന്നു തരണം. അതുകൊണ്ടാണ് അവനോട് ഫിലിപ്പോസ് പറയുന്നത്, ഞാൻ പറഞ്ഞതുകൊണ്ടായില്ല, നിനക്ക് വന്ന് കണ്ട് നിൻ്റെ കണ്ണ് ദൈവം തുറന്നു തരും, അപ്പോൾ നിനക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യം, ദൈവമേ, ഈ വചനത്തിനുള്ളിൽ എനിക്ക് വേണ്ടി ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, അതിനെ കണ്ടെത്താനായിട്ട് എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇങ്ങനെ പ്രാർത്ഥിക്കണം, വചനത്തിനുള്ളിൽ എനിക്ക് നന്മകളുണ്ട്, അതിനെ കണ്ടെത്താനായിട്ട് എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ. അപ്പോൾ ഇത് ആര് പറഞ്ഞു കൊടുത്തതാണ്? നഥനയേലിനോട് ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്തതാണ്. എന്തുകൊണ്ട് ഫിലിപ്പോസിന് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റി? അവൻ ഇത് കണ്ടതാണ്, അവൻ കേട്ടതല്ല, അവൻ ഇത് കണ്ടതാണ്. അപ്പോൾ കണ്ടവന് മാത്രമേ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വചനത്തിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ സഹായം നിങ്ങൾ ചോദിക്കണം. ഇനി നമ്മൾ നഥനയേലിലേക്ക് വരികയാണ്. നഥനയേൽ യേശുവിൻ്റെ അരികിലെത്തിയപ്പോൾ യേശു നഥനയേലിനെ കുറിച്ച് ഒരു വാക്യം പറയുകയാണ്, ഒരു വാചകം പറയുകയാണ്. എന്താണെന്നറിയാമോ? ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടം ഇല്ല. എന്തു മനസ്സിലായി? ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. എന്തുകൊണ്ടത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് താഴെ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. നഥനയേൽ ഇത് പറഞ്ഞപ്പോൾ ചോദിച്ചു, എന്നെ നീ എവിടെ വെച്ച് അറിയും? അതിൻ്റെ ഉത്തരം അവൻ പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം, എന്തിനാണ് യഹൂദന്മാർ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? വചനം പഠിക്കാനായിട്ടാണ്. അവരിരുന്ന് വചനം പഠിക്കുന്ന സ്ഥലമാണ് എവിടെ? അത്തിമരത്തിൻ്റെ തണലിലിരുന്നാണ് അവർ വചനം പഠിക്കുന്നത്. യഹൂദന്മാർ ഒരുമിച്ച് കൂടി, അത്തിമരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പടത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, നല്ല തണലുണ്ട്. അത്തിമരത്തണലിൽ അവരിയ്ക്കും. അവിടെ ഇരുന്ന് അവർ വചനം വായിക്കും. ഒരാൾ വായിക്കും, മറ്റുള്ളവരത് കേൾക്കും, എന്നിട്ട് അവർ ഒരുമിച്ച് ചർച്ച ചെയ്യും, അതവർ പഠിക്കും. അപ്പം നഥനയേലിനോട് യേശു പറയുകയാണ്, നീ വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ വചനം പഠിച്ചാൽ നമ്മളെ ആര് കാണും? യേശു കാണും. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, വചനം പഠിക്കുന്ന ഓരോ മനുഷ്യനെയും യേശു കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വചനം പഠിക്കുന്ന ഓരോരുത്തരെയും ആര് കാണും? യേശു കാണും. അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ വചനം പഠിച്ചു തുടങ്ങിയാൽ നിങ്ങളെ ആര് കാണും? യേശു കാണും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നഥനയേൽ ഇത്രയും ദിവസം യേശുവിനെ കണ്ടോ? ഇല്ല. പക്ഷേ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. യേശുവിന് പ്രത്യേകമായിട്ട് ആ മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കും. യേശു കാണും. അവനോട് പറയുകയാണ്, നീ അത്തിയുടെ കീഴിലിരുന്ന് നീ വചനം പഠിച്ച സമയത്ത് തന്നെ നിന്നെ എനിക്ക് അറിയാം, ഞാൻ നിന്നെ കണ്ടതാണ്. അപ്പോൾ ദൈവം നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വചനം പഠിക്കണം. വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? വചനം പഠിക്കണം, വചനം വായിക്കണം. അപ്പോൾ വചനം വായിക്കുന്നവരെയും വചനം പഠിക്കുന്നവരെയും യേശു തൻ്റെ കണ്ണുകൾ കൊണ്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. നഥനയേലിനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ വചനം പഠിച്ചതുകൊണ്ട് എനിക്ക് നിന്നെക്കുറിച്ചൊരു നല്ലൊരു കാര്യം പറയാനുണ്ട്, നിന്നിൽ കപടമില്ല. കേട്ടോ? അപ്പോൾ വചനം പഠിക്കുന്ന ഒരാളിൽ നിന്ന് എന്ത് നീങ്ങിപ്പോകും? കപടത നീങ്ങിപ്പോകും. എങ്ങനെ വചനം പഠിക്കുന്ന ആളിൽ നിന്ന്? പുറമെ ആരെയെങ്കിലും കാണിക്കുന്നതിന് വേണ്ടി വചനം പഠിക്കുകയല്ല, ആത്മാർത്ഥതയോടെ വചനം പഠിക്കുന്ന ഒരാളിൻ്റെ ഉള്ളിൽ നിന്ന് കപടത പൂർണ്ണമായിട്ടും നീങ്ങിപ്പോകും. കാരണം വചനം നിറഞ്ഞു കഴിഞ്ഞാൽ കാപട്യം ഉള്ളിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞേ, എന്താണ്? വചനം പഠിക്കുന്നവനെ ആര് കാണും? യേശു കാണും. യേശു കണ്ടിട്ട് യേശു അവൻ്റെ ഹൃദയത്തെ കാണും. എന്നിട്ട് പറയും, നിൻ്റെ ഹൃദയത്തിൽ കപടം ഇല്ല. അവനെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്, നീ സാക്ഷാൽ ഇസ്രായേല്യൻ, നിന്നിൽ എന്തില്ല? കപടമില്ല. അപ്പോൾ നമ്മൾ വചനം വായിക്കുകയാണ്, നമ്മൾ വചനം പഠിക്കുകയാണ്. അപ്പോൾ നമ്മളെയും ആര് നോക്കും? യേശു നോക്കും. അപ്പോൾ ഹൃദയത്തിൽ കപടത ഉണ്ടെങ്കിൽ ആർക്കറിയാൻ കഴിയും? യേശു കൃത്യമായിട്ട് അറിയും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം, ഹൃദയത്തിനുള്ളിൽ എന്ത് നിറയ്ക്കരുത്? കപടത നിറയ്ക്കരുത്. അപ്പം നമുക്ക് എല്ലാവരെയും ഒന്നും നന്നാക്കാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആർക്ക് ശരിയാകാം?
നിങ്ങൾക്ക് ശരിയാകാം. അതാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ ഒരാൾ വചനം പഠിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അപ്പോൾ നഥനയേലിനോട് പറഞ്ഞു, നിന്നിൽ കപടമില്ല, നീ വചനം പഠിക്കുമ്പോൾ തന്നെ നിന്നെ ഞാൻ കണ്ടു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വചനം പഠിക്കുന്നവരെ യേശു നേരിട്ട് നോക്കുന്നുണ്ട്. അവർ യേശുവിനെ കണ്ടില്ലെങ്കിലും വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ ആര് കാണും? യേശു കാണും. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നപ്പോൾ ഞാൻ വചനം വായിക്കാനായിട്ട് പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായോ എന്തിനു വേണ്ടിയാണ് തന്നതെന്ന്? ഒന്നാമത് പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനയെക്കാളും പ്രധാനപ്പെട്ടതാണ് വചനം വായിക്കണം. വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു നോക്കും, ഇവൻ എൻ്റെ വചനം വായിക്കുകയാണ്, ഇവനിൽ എനിക്ക് എന്ത് ചെയ്യണം? പ്രസാദിക്കണം. ഇവൻ്റെ കപാട്യങ്ങളെല്ലാം മാറിപ്പോകുന്നത് യേശു നോക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇതിന് നഥനയേൽ ഒരു ഉത്തരം പറഞ്ഞു. നഥനയേൽ 3 ആൻസേഴ്സാണ് പറഞ്ഞത്. നഥനയേൽ പറഞ്ഞ ഉത്തരം എന്തൊക്കെയാണ്? ഒന്ന്, നഥനയേൽ യേശുവിനെ വിളിക്കുകയാണ് റബ്ബി. റബ്ബി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഗുരു അല്ലെങ്കിൽ ടീച്ചർ. ഒന്നാമത് യേശുവിനെ അവൻ ആരായിട്ട് മനസ്സിലാക്കി? യേശുവാണ് അവൻ്റെ ടീച്ചർ. രണ്ടാമത് അവൻ പറയുന്നു, നീ ദൈവത്തിൻ്റെ പുത്രൻ. എന്താ പറയുക? ദൈവത്തിൻ്റെ പുത്രൻ, യു ആർ ദ സൺ ഓഫ് ഗോഡ്. മൂന്നാമതൊരു കാര്യം പറയുന്നുണ്ട്, നീ ഇസ്രായേലിൻ്റെ രാജാവ്. നീ ഇസ്രായേലിൻ്റെ രാജാവാണ്, ഗോഡ് ഓഫ് ഇസ്രായേൽ. അപ്പം 3 കാര്യങ്ങൾ ഇവൻ വചനം വായിച്ച് പഠിച്ചതാണ്. ആരെങ്കിലും ഇവനെ ഇത് പഠിപ്പിച്ചാണോ? യേശു ഇത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ആദ്യം വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, അതിനെക്കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം യേശുവിൻ്റെ മറ്റ് വിവരണങ്ങളൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. യേശു മനുഷ്യപുത്രനാണെന്നോ ദൈവപുത്രനാണെന്നോ ഒരു കാര്യവും ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ ആരും പറഞ്ഞു കൊടുക്കാതെ വചനം വായിച്ച് പഠിച്ചിട്ട് ഇവൻ പറയുകയാണ്, നീ ആരാണ്? യു ആർ ദ സൺ ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്, നീയാണ് യഥാർത്ഥ ഗുരു. ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് ഇവന് മനസ്സിലായത്? യേശു അവനെ പഠിപ്പിച്ചോ? ഇല്ല. അവൻ എന്ത് ചെയ്തു? പഠിച്ചു. അതിൻ്റെ അർത്ഥം വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥ ഗുരു ആരാണ്? യേശുവാണ്. യേശുവിൽ നിന്ന് പഠിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 2, വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കർത്താവാണ് എല്ലാത്തിനും മുകളിൽ അത്യുന്നതൻ. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ അവനാണ് രാജാതി രാജാവ്, കിങ് ഓഫ് കിങ്സ്, അല്ലേ? എല്ലാത്തിനും മുകളിൽ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കാളും മുകളിൽ യേശുവാണ് രാജാതി രാജാവ്. അതാണ് അവൻ പറയുന്നത്, നീ ദൈവത്തിൻ്റെ പുത്രൻ, നീ ദൈവത്തിൻ്റെ പുത്രൻ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, നീ ദൈവം, നീ രാജാവ്. ഈ കാര്യങ്ങളെല്ലാം അവൻ പറയുകയാണ്. നീ ദൈവത്തിൻ്റെ പുത്രനാണ്, പിന്നെയോ നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വായിക്കണം? വചനം വായിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശു ഒരിക്കലും ഞാൻ ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ കാര്യം, യേശു ദൈവപുത്രനാണെന്ന് അവരോടൊന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. യേശു ഒരു ടീച്ചറാണെന്ന് അവരോട് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞു കൊടുക്കാതെ ഈ മനുഷ്യൻ ഈ 3 കാര്യങ്ങളും പഠിച്ചു. എങ്ങനെ പഠിച്ചു? വചനത്തിലൂടെ പഠിച്ചു. അപ്പോൾ നമുക്ക് വചനത്തിലൂടെ ഒത്തിരി ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരും. മറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കി തരും. അപ്പോൾ യേശു അവനോട് പറയുകയാണ്, ഇതാണ്ടാണ് നിന്നെ എങ്ങനെ വിളിച്ചത്? യു ആർ ട്രൂ ഇസ്രായേലിയൻ. നീ കപടമില്ലാത്ത ഇസ്രായേൽക്കാരനാണ്. നീ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. യേശു പിന്നീട് ഒരിക്കൽ ശിഷ്യന്മാരെല്ലാവരും ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? അവർ പറഞ്ഞ മറുപടി എന്താണ്? ചിലർ പ്രവാചകൻ എന്ന് പറയുന്നു, ചിലർ യോഹന്നാൻ സ്നാപകന വീണ്ടും പുനർജനിച്ചതാണെന്ന് പറയുന്നു. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പിന്നീടാണ് ശിഷ്യന്മാർ പറയുന്നത്. അതിനു മുമ്പേ ഉത്തരം പറഞ്ഞ ആളാണ് ആര്? നഥനയേൽ. അപ്പോൾ വചനം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി വേഗത്തിൽ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? വൈകി കിട്ടേണ്ട മറുപടി വേഗത്തിൽ കിട്ടും. മറ്റുള്ളവർക്ക് താമസിച്ച് കിട്ടുന്ന ആൻസർ വചനം വായിക്കുന്നവന് വേഗത്തിൽ കിട്ടും. വചനം പഠിക്കുന്ന ആളിന്, വചനം ധ്യാനിക്കുന്ന ആളിന് വേഗത്തിൽ മറുപടി കിട്ടും. വേഗത്തിൽ ദൈവം ആൻസേഴ്സ് കൊടുക്കും. വേഗത്തിൽ ദൈവം ഇടപെടും. അതുകൊണ്ടാണ് വചനം പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ യേശുവിന് ഇഷ്ടപ്പെട്ടു. യേശു പറഞ്ഞു, ഇത് മാത്രമല്ല,
നീ വചനം വായിച്ചാൽ ഇത് മാത്രമല്ല നിനക്ക് കിട്ടുന്നത്. 50-ാമത്തെ വാക്യം വായിച്ച്, നീ ഇതിനേക്കാൾ വലുത് കാണും. വചനം വായിച്ചാൽ ഇത്രയും കാര്യങ്ങൾ അവൻ കണ്ടെത്തി അവനോട് പറയുകയാണ്, ഇതിനേക്കാൾ മുകളിൽ നിനക്ക് പല കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതിനേക്കാൾ വലുതിനി എന്താണ് കാണാനായിട്ടുള്ളതെന്ന്. എന്താണെന്നറിയാമോ? 51-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിനക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്താൽ? നീ ഇതുപോലെ വചനം പഠിച്ച് വചനത്തിൽ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ദൈവം പറയുകയാണ്, നിനക്ക് സ്വർഗം കാണാൻ പറ്റും. ഇതിനേക്കാൾ വലിയ ഗിഫ്റ്റ് വേറെ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ? ദൈവം നീ വചനം പഠിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ വരാൻ പറ്റും. അതാണ് പറയുക. വെറുതെ ഇരുന്ന് നടക്കുമോ? ഇല്ല. വെറുതെ വീട്ടിലിരുന്ന് നടക്കുമോ? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ഈ ലോകത്തിലിരുന്ന് ഈ നന്മകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ വഴിയിലോട്ട് പൊയ്ക്കൊള്ളുക. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം വച്ചിട്ടുള്ള വാഗ്ദത്തമാണ്, നിങ്ങൾ വചനം പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അപ്പോൾ വലിയ പ്രാധാന്യമുണ്ട് വചനം പഠിക്കുന്നതിന്. സാധാരണ നമ്മളൊരു പ്രസംഗം കേൾക്കുന്നത് പോലെയല്ല. ഒരു ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അത് നമ്മളെ എവിടത്തോളം എത്തിക്കും? സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടത്തക്ക രീതിയിലേക്ക് വരെ ദൈവം നമ്മളെ കൊണ്ടുപോയി എത്തിക്കും. അപ്പോൾ യേശു പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ബൈബിൾ സ്റ്റഡിയിൽ ഏർപ്പെട്ടാൽ, നിങ്ങൾ വചനം വായിച്ചാൽ, വചനം പഠിച്ചാൽ നിങ്ങൾക്ക് മുൻപിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് നിങ്ങൾക്ക് ഹെവൻലി ബ്ലെസ്സിങ്സ് കിട്ടും. സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇത്രയുമാണ് അവനോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ഫിലിപ്പോസ് എന്ത് വായിക്കുന്ന ആളായിരുന്നു? വചനം വായിക്കുന്ന ആളായിരുന്നു. വായിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു കാര്യം അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ആരായിരുന്നു അത്? യേശു. നമുക്ക് ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. തൊട്ടടുത്ത് നഥനയേലോട് പറഞ്ഞു, നീയും വചനം വായിച്ചുകൊണ്ടിരുന്ന ഒരാളല്ലേ? നീ വചനത്തിൽ വായിച്ചപ്പോൾ ഒരാളിനെ നമ്മൾ തിരക്കിക്കൊണ്ടിരുന്നല്ലോ, അയാൾ ഞാൻ കണ്ടെത്തി. അതാരെന്നറിയാമോ? നസ്രയനായ യേശുവാണ്. അപ്പോൾ അവന് സംശയം വന്നു, അത് ഈ നസ്രയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, ഒരു കാര്യം ചെയ്യ്, നീ വന്ന് കാണ്, അതാണ് കൂടുതൽ നല്ലത്. യേശു അവൻ്റെ കണ്ണുകളെ തുറന്നു കൊടുത്തു. ചെന്ന ഉടനെ പറഞ്ഞു, നിന്നിലൊരു കപടവുമില്ല. എന്തുകൊണ്ടാണ് യേശു കപടമില്ലെന്ന് പറഞ്ഞത്? വചനം നിറയുന്നവൻ്റെ ഉള്ളിൽ കപടം നിൽക്കില്ല. വചനം നിറയുന്നവൻ്റെ ഉള്ളിൽ കാപട്യത്തിന് സ്ഥാനമില്ല. എന്നിട്ട് പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരുന്ന് വചനം പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതലേ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. വചനം പഠിക്കുന്ന ഓരോരുത്തരെയും യേശു കൃത്യമായിട്ട് കാണും. എങ്കിൽ നഥനയേൽ പറഞ്ഞു, എനിക്ക് 3 കാര്യങ്ങൾ മനസ്സിലായി. നീയാണ് യഥാർത്ഥ ഗുരു. യേശുവിൻ്റെ അരികിൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഓർമ്മയുണ്ടോ? യേശുവിനെ വിളിക്കുന്നത് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? നല്ല ഗുരു, നീയാണ് യഥാർത്ഥ ഗുരു. അതുപോലെ നഥനയേൽ പറയുകയാണ്, നീയാണ് നല്ല ഗുരു, നീയാണ് ദൈവത്തിൻ്റെ പുത്രൻ, നീയാണ് ഇസ്രായേലിൻ്റെ രാജാവ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? യേശു പഠിപ്പിച്ചു കൊടുത്തതോ യേശു സ്വയം ഞാൻ ഇങ്ങനെയാണെന്ന് അവകാശവാദമോ ഉന്നയിച്ചതല്ല. വചനം വായിക്കുന്നവന് ദൈവം രഹസ്യങ്ങളെ തുറന്നു കൊടുക്കും. അവനത് മനസ്സിലായപ്പോൾ അവൻ അതിൽ നിൽക്കാനായി ശ്രമിക്കാതെ യേശു അവനോട് പറയുകയാണ്, നിനക്കിപ്പോൾ വചനത്തിൽ നിന്ന് കുറേ അറിവ് കിട്ടിയല്ലോ, ഇത് മതി എന്ന് കരുതി ഇരിക്കരുത് കേട്ടോ. ഇത്രയൊക്കെ മതി, ഇതൊക്കെ മതി എന്ന് കരുതി ഇരിക്കരുത്. നീ ഇനിയും മുന്നോട്ട് പോയാൽ നിനക്ക് സ്വർഗത്തിൽ വന്ന് സ്വർഗത്തിൻ്റെ വാതിലിനുള്ളിൽ പ്രവേശിച്ച് സ്വർഗീയ അനുഗ്രഹങ്ങൾ കൂടെ നിനക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, ദൈവവചനം പഠിച്ചാൽ, ദൈവവചനം ഗ്രഹിക്കാനായി ശ്രമിച്ചാൽ ദൈവം നമുക്ക് വലിയൊരു അനുഗ്രഹം വച്ചിട്ടുണ്ട്. ഏതാണ് ആ അനുഗ്രഹം? സ്വർഗരാജ്യം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, സ്വർഗരാജ്യം വേണോ ഈ ലോകം വേണോ എന്ന് ചിന്തിക്കണം. ഏത് വേണം? സ്വർഗരാജ്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം വായിക്കണം, വചനം പഠിക്കണം, വചനം അനുസരിക്കണം. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വചനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം 4-ാമത്തെ വചനം. ഈ ഭാഗവും നിങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് നിങ്ങളുടെ മുന്നിൽ പലരും വരും. എങ്ങനെയുള്ളവരാണ്? അവർ തളർന്നവരായിരിക്കും. ഏത് കാരണം കൊണ്ട് തകർന്നവരായിരിക്കും?
ഹൃദയത്തിനുള്ളിലെ പല വേദനകൾ കൊണ്ട് തകർന്നവരായിരിക്കും. നിങ്ങളുടെ മുന്നിൽ പലരും വരും. ഇതുപോലെ പല പ്രശ്നങ്ങളുള്ളവരെ ദൈവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും. ഹൃദയത്തിൽ ഭയങ്കര വേദനകളുള്ളവരെ. വായിക്കാം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ അടുക്കൽ പല വിഷമങ്ങളോടെയും പലരും വരും. അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അടുത്ത് ഒരാളൊന്ന് വിഷമം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? കേൾക്കും അല്ലേ? കേട്ടിട്ട് ഈ വിഷമം പറയുന്ന ആൾ എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മളിൽ നിന്നൊരു ആശ്വാസവാക്ക് നമ്മൾ കൊടുക്കണം. അതിൻ്റെ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. തളർന്നിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുക്കൽ ഒരു കൈത്താങ്ങിന് വേണ്ടി വരുമ്പോൾ ആ കൈത്താങ്ങ് പകരാൻ പറ്റുന്ന ഒരു വചനം നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതിനെന്ത് ചെയ്യും? ദൈവം പറയുകയാണ്, ഒരു ശിഷ്യനെ എന്ന പോലെ ഞാൻ നിന്നെ അത് പഠിപ്പിക്കും. ഇപ്പം പിടികിട്ടിയോ? ഇല്ല. മനസ്സിലായോ? മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ അരികിലിരുന്ന് ഒരു ശിഷ്യനെ പോലെ വചനം പഠിക്കണം. അങ്ങനെ പഠിച്ച ആളായിരുന്നു ആര്? നഥനയേൽ അല്ലേ? അങ്ങനെ പഠിച്ച ഒരാളാണ് നഥനയേൽ. അങ്ങനെ പഠിച്ച ഒരാളാണ് മാർത്ത. യേശുവിൻ്റെ കാൽക്കലിരുന്ന് എന്ത് പഠിച്ചു? വചനം പഠിച്ചു. അങ്ങനെ പഠിച്ചവരാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ യേശുവിൻ്റെ അരികിൽ വന്ന് ഇരുന്ന് വചനം പഠിച്ചവർ. ഒന്നുകൂടി ഇനി വായിച്ചാൽ വളരെ മനോഹരമായി മനസ്സിലാകും. തളർന്നിരിക്കുന്നവനെ, പല രീതിയിൽ തളർന്നവരുണ്ട്. മാനസികമായി ശാരീരികമായിട്ടൊക്കെ തളർന്നവരുണ്ട്. ഇനി മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ തളർന്ന ഒത്തിരി പേര് വരും. അവരെ നിങ്ങൾക്ക് വാക്കുകൊണ്ട് താങ്ങാൻ പറ്റണം. ഞാൻ പറയുന്ന വചനം വായിച്ചുകൊണ്ടിരിക്കണം, വേഗത്തിൽ വാക്കുകൊണ്ട് താങ്ങുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. അറിയില്ലെങ്കിൽ പറ്റുമോ? കഴിയുമോ? ഇല്ല. അറിയേണ്ടതിന് യഹോവയായ കർത്താവ് ആരാണ്? കർത്താവ് എനിക്ക്, അതായത് വായിക്കുന്ന എനിക്ക് എന്ന് തന്നെ നമ്മൾ പറയണം. എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും എന്നെ വചനത്താൽ ഉണർത്തുന്നു. രാവിലെ തോറും എനിക്ക് വചനം തരുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അതിൻ്റെ അർത്ഥം അവൻ എൻ്റെ ചെവിയിൽ വചനം തന്ന് മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി എന്നെ പഠിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടിയ വചനം വച്ച് നിങ്ങളുടെ മുന്നിൽ വരുന്ന പലരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും. നിങ്ങൾ പറയുന്ന ഒരു വചനം മതി ഒരാൾ രക്ഷപ്പെടാനായിട്ട്. നിങ്ങൾ വചനത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആശ്വാസ വചനം മതിയായിരിക്കും ഒരു കുടുംബം രക്ഷപ്പെടാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ സങ്കടത്തോടു കൂടെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. നിങ്ങളോട് ആ വ്യക്തി വന്ന് സങ്കടം പറയുമ്പോൾ നിങ്ങൾക്ക് വചനത്തിലൂടെ ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആ ഒരു വചനം മതിയായിരിക്കും ആ കുടുംബം രക്ഷപ്പെടാൻ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു സുവിശേഷ പ്രവർത്തനം ചെയ്യും. അതിലൂടെ നിങ്ങളുടെ കുടുംബം സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വചനം പഠിക്കണം, വചനം അറിയണം. ശിഷ്യനെ പോലെ വചനം പഠിക്കണം. അപ്പോൾ അത് മനസ്സിലായല്ലോ. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. യോശുവ 1-ാം അധ്യായം 8-ാം വചനം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. യോശുവ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹകരമായി മാറ്റപ്പെടുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഈ ന്യായപ്രമാണത്തിലെ പുസ്തകങ്ങളിലുള്ള വചനങ്ങൾ നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവരോട് പറയേണ്ടി വന്നാൽ നമ്മൾ വചനം പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. വചനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ വചനം പ്രമാണിക്കേണ്ടതിന് രാവും പകലും നീ അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഇതുപോലെ ഒരു വചനം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സങ്കീർത്തനം 1:2 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ രാവും പകലും എന്ത് ധ്യാനിക്കണം? വചനം ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ദൈവം ഒരു അനുഗ്രഹം വച്ചിട്ടുണ്ട്. വായിക്കാമോ? എന്താണ് അനുഗ്രഹം? എന്നാൽ നിൻ്റെ പ്രവൃത്തികൾ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങൾക്കും ഇറങ്ങിയിട്ട് ആ കാര്യങ്ങൾ സാധിക്കാതെ പോകുന്നത്? ഉത്തരം കിട്ടിയോ? എന്തുകൊണ്ടാണ്? നമ്മൾ വചനം കൃത്യമായിട്ട് ധ്യാനിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ
നിങ്ങളുടെ പ്രവൃത്തികളെ ദൈവം സാധിപ്പിച്ചു തരും, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. അപ്പം നമ്മൾ മനസ്സിലാക്കി, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എന്താണ് പഠിച്ചത്? ശിഷ്യനെ പോലെ അവൻ നമ്മളെ പഠിപ്പിക്കും. എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരെ, തളർന്നിരിക്കുന്നവരെ ഉയർത്താൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ വായിച്ചു, നമ്മൾ വചനം രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ, വചനം മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ, ഹൃദയത്തിൽ വചനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെ ദൈവം സാധിപ്പിക്കും. നിങ്ങൾക്ക് കഴിയില്ല എന്ന് കഴിയുന്ന പല കാര്യങ്ങളെയും ദൈവം സാധിപ്പിച്ചു തരും. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു വെല്ലുവിളിയായിട്ട് ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ച് ഞാനൊരു വെല്ലുവിളിയായിട്ട് നിങ്ങളോട് പറയുകയാണ്. ദൈവം നിങ്ങൾക്ക് തരാനായി ആഗ്രഹിക്കുന്ന നന്മകൾ ഏതെങ്കിലും മുടങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ രാവും പകലും വചനം ധ്യാനിച്ചിട്ട് കുറച്ച് ദിവസം മുന്നോട്ടൊന്ന് പോയി നോക്കണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്ത ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദൈവം അത് നടത്തിത്തരും. 100% ഉറപ്പാണ്, വേറെ മാറ്റമൊന്നുമില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രാവും പകലും നിങ്ങൾ വചനം ധ്യാനിക്കണം. പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാകും, പക്ഷേ വചനം ധ്യാനിക്കുന്നവനെ ആര് നോക്കിക്കൊണ്ടിരിക്കും? ദൈവം നോക്കിക്കൊണ്ടിരിക്കും. ആരെ നോക്കിയതുപോലെ? നഥനയേലിനെ നോക്കിയതുപോലെ. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 11-ാം വചനം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 11-ാമത്തെ വചനം. അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു സഭയിലെ ആൾക്കാരെക്കുറിച്ചാണ്. ആരാണെന്നറിയാമോ? ബെരോവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജനങ്ങൾ, അവിടെയുള്ള യഹൂദന്മാരുടെ പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാർ. ഏതാണ് സ്ഥലം? ബെരോവ. ബെരോവ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഒന്നുകൂടെ പറഞ്ഞ്, എന്താണ് സ്ഥലത്തിൻ്റെ പേര്? ബെരോവ. ബെരോവയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു യഹൂദന്മാർക്ക്. ഈ പള്ളിയിലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ് പ്രത്യേകത എന്നതാണ് നമ്മൾ വായിക്കുന്നത്. അവരെ കമ്പയർ ചെയ്യുകയാണ്. തെസലോനിക്കയിലെ സഭയിലുള്ളവരെ വച്ച് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഈ ബെരോവ എന്ന സ്ഥലത്തെ സഭയിലുണ്ടായിരുന്നവർ തെസലോനിക്ക സഭയിലുള്ളവരെക്കാൾ ഉത്തമരായിരുന്നു. ഉത്തമരായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവരതിനേക്കാളും നല്ലവരായിരുന്നു. ഏത് കാര്യത്തിൽ? അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളും. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? അവർ നല്ല ജാഗ്രതയോടെ വചനം പഠിക്കാൻ അവർ നല്ല ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു. ബാക്കി വായിച്ചാൽ അവർ ഈ വചനം കേൾക്കാനായി വന്നിരിക്കുക മാത്രമല്ല, അവർ വചനം കൈക്കൊണ്ടത് മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ച് പോന്നു. എന്ത് മനസ്സിലായി? ഞാനൊരു കാര്യം ഇവിടെ ഒന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ സംശയം വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ നിങ്ങൾ വിശ്വസിച്ച് പോകണമോ, അതോ വീട്ടിൽ പോയി ഇതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് വീണ്ടും പഠിക്കുകയോ ചെയ്യണമോ? ഇതിലേതാണ് നല്ലത്? സ്പൂൺ ഫീഡിങ് മാത്രമല്ല, വീട്ടിൽ പോയി എന്ത് ചെയ്യണം? പഠിക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഈ റെഫറൻസ് എന്ത് ചെയ്തുകൊണ്ട് പോകണം? എഴുതിയെടുത്തുകൊണ്ട് പോകണം. ഈ പറഞ്ഞ കാര്യം ശരിയാണോ? ഞാനിവിടെ പറയുമ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടുമല്ലോ. ആ സമയത്തിനുള്ളിൽ അതിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യം ഓർത്തോളണം. ബെരോവ എന്നൊരു സ്ഥലത്തെ യഹൂദന്മാരുടെ ഒരു പള്ളി, ആ പള്ളിയിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. ഇവർ തെസലോനിക്ക സഭയിലെ ജനങ്ങളെ പോലെ അല്ല. അവർക്ക് 2 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവർ ജാഗ്രതയോടെ ദൈവവചനം കേൾക്കും. കേട്ടിട്ട് ദിനം പ്രതി എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ, രാവും പകലും അവർ വീട്ടിൽ പോയി ഇതിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നോ എന്നവർ വീണ്ടും ആവർത്തിച്ച് അവർ പഠിക്കും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ച് പോന്നു. അപ്പോൾ വചനം പഠിക്കേണ്ടതിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ ഇവിടെ കേട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? 1 മാസത്തേക്കുള്ളതായി എന്ന് കരുതി വീട്ടിൽ കൊണ്ട് അടച്ചു വയ്ക്കാൻ പാടില്ല. നാളെ മുതൽ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഇത് തുറന്നു നോക്കണം, എന്നിട്ട് വായിക്കണം. ഇത് ശരിയാണോ? ഈ വചനം നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത്? ആ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയണം. വചനം എന്താണ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ അതിലൂടെ പഠിക്കാനായി ശ്രമിക്കണം. പഠിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? പുതിയ കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ എല്ലാ ദിവസവും ഒരു വചനം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും.
അത് കേട്ടോണ്ട് പോയിരിക്കരുത് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? അത് കേട്ടത് കൊണ്ട് നിങ്ങളുടെ ജോലി തീർന്നില്ല. അത് ദൈവം എനിക്ക് തന്നിയ ചിന്തയാണ് ഞാൻ അതിൽ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ വചനം എടുക്കണം. അച്ഛന് കിട്ടിയത് ഈ ചിന്തയാണ്, എന്നോട് ദൈവം എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ വചനം വീണ്ടും എടുത്ത് നിങ്ങളൊരു 4-5 തവണ എന്ത് ചെയ്യണം? വായിക്കണം. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം ഒന്ന് ഓർക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കും വേറെ രീതിയിൽ. അപ്പോൾ ഇതാണ് ആ സഭയുടെ പ്രത്യേകത. ഏത് സഭയുടെ പ്രത്യേകത? ബെരോവയിൽ സഭയുടെ പ്രത്യേകത. അപ്പോൾ വചനം പഠിക്കാനായി വരുന്നവരോട് ദൈവം പറയുന്ന ഒരു കാര്യം, കേട്ടിട്ട് അതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല? എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. വീണ്ടും 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 രാവും പകലും ദിനം പ്രതി നിങ്ങൾ ആ വചനത്തെക്കുറിച്ച് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വചനത്തിലൂടെ നല്ലൊരു ശക്തി ദൈവം നിങ്ങൾക്ക് തരികയുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? ഇപ്പം ഇന്ന് മുതൽ എന്ത് ചെയ്യണം? ഒരു വചനം മതി. ആ വചനത്തെ വീണ്ടും അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ്, വേറെ എവിടെയൊക്കെയാണ് ഈ വചനമുള്ളത്, നിങ്ങളൊന്ന് പഠിക്കാനായി ശ്രമിക്കണം. അടുത്തൊരു ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സങ്കീർത്തനം 119 അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ. 119 സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത, 119 സങ്കീർത്തനത്തിലാണ് ഏറ്റവും കൂടുതൽ വചനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളുള്ളത്. മനസ്സിലായോ? 119 സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത, വചനത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ പറയുന്ന സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. 25 വാക്യം നമ്മൾ വായിക്കുന്നു. 25 വാക്യം, എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം എന്താണ്? നമ്മൾ വളരെ സങ്കടപ്പെട്ട് നമ്മുടെ പ്രാണൻ പൊടിയോട് പറ്റത്തക്ക രീതിയിൽ തളർന്നു പോയാലും ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവനിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. രണ്ടാമത്, എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. വചനം വായിച്ചാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ആൻസേഴ്സ് കിട്ടും. വീട്ടിൽ പോയി പഠിക്കണേ. അടുത്ത് വീണ്ടും നമ്മൾ താഴോട്ട് വായിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 27 വചനം, നിൻ്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. അതിൻ്റെ അർത്ഥം, വചനത്തിൻ്റെ വഴി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 28 വാക്യം, നിൻ്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷേ വചനം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മേൽ നിവർന്നു നിൽക്കാനായി സാധിക്കും. പിന്നെയോ, എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉയരുന്നു. വിഷാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഡിപ്രഷനാണ്. പലരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഡിപ്രഷനാണ്. ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് എന്തിലുണ്ടെന്നാണ് പറയുന്നത്? വചനം വായിച്ചാൽ എന്തു മാറും? ഡിപ്രഷൻ മാറും. മറന്നു പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, വചനം വായിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് തരും. പിന്നെയോ 30 വാക്യം 29, ഫോഷ്കിൻ്റെ വഴി മാറ്റിത്തരും. എവിടെ നിന്നാണ് ഫോഷ്ക്ക് വരുന്നത്? നാവിൽ നിന്നാണ് ഫോഷ്ക്ക് വരുന്നത്. അപ്പോൾ ഫോഷ്ക്ക് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വായിക്കണം? വചനം പഠിക്കണം. വചനം പഠിച്ചു കഴിഞ്ഞാൽ നാവിൽ നിന്ന് ഫോഷ്ക്ക് മാറിപ്പോകും. പിന്നെയോ വിശ്വസ്തത കിട്ടും. 30 വാക്യം, വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ മാർഗം കിട്ടിയത്? വചനത്തിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളത് വീട്ടിൽ പോയി വായിക്കണം. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. സങ്കീർത്തനം 119 97 മുതൽ. ഈ സങ്കീർത്തനത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ ഇത് പറയുന്നുണ്ട്. നിങ്ങളത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. സങ്കീർത്തനം 119 97 മുതൽ എന്താ അവിടെ പറയുക? നിൻ്റെ വചനം അല്ലെങ്കിൽ നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്ര പ്രിയമാണ്. അതായത് വചനത്തെ പ്രിയപ്പെട്ട് കഴിഞ്ഞാൽ, അതിനെ ധ്യാനമാക്കി കഴിഞ്ഞാൽ, ഒന്നാമത് ദൈവം നൽകുന്ന അനുഗ്രഹം പറയുന്നു, എൻ്റെ ശത്രുക്കളെക്കാൾ ദൈവം ബുദ്ധിമാനാക്കും. അതായത് ശത്രുവിൻ്റെ മേൽ വചനം പഠിക്കുന്ന ഒരാൾ ഒരിക്കലും പരാജയപ്പെടില്ല. യേശുവിൻ്റെ മുന്നിൽ പിശാച് 3 പരീക്ഷകളുമായിട്ട് വന്നു. പിശാച് എന്ന് പറഞ്ഞാൽ ശത്രുവാണ്. ശത്രുവിൻ്റെ 3 പരീക്ഷകൾ യേശുവിൻ്റെ മുമ്പിൽ വന്നു. ഈ 3 പരീക്ഷകളെയും യേശു അതിജീവിച്ചത് എങ്ങനെയെന്നറിയാമോ? വചനം പറഞ്ഞുകൊണ്ടാണ്. വചനം അറിയില്ലായിരുന്നെങ്കിൽ യേശുവിന് നിൽക്കാൻ പറ്റുമായിരുന്നോ? യേശു വചനത്തിലെ 3 വാക്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ചില തടസ്സങ്ങൾ നീങ്ങിപ്പോകണമെന്നുണ്ട് എങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, എന്തും കൊണ്ട് മാറ്റാൻ പറ്റുകയുള്ളൂ. വചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളെയും ശത്രുവിനെയും തോൽപ്പിക്കാനായിട്ട് സാധിക്കും. 99 വാക്യം, വചനം പഠിച്ചാൽ നിൻ്റെ ഗുരുക്കന്മാരെക്കാളും ദൈവം ഉന്നതനാക്കും, ബുദ്ധിമാനാക്കും. 100 വചനം, വചനം പഠിച്ചാൽ അനുസരിച്ചാൽ നിനക്ക് ദൈവം വിവേകം തരും.
ദുർമാർഗത്തിൽ നിന്ന് മാറ്റും, വ്യാജമാർഗത്തെ മാറ്റും. അപ്പോൾ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ വചനം പഠിക്കുന്നവർക്ക് ഉള്ളിൽ നൽകും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചനം പഠിച്ചാൽ ദൈവം വെറുതെയല്ല, അതിനെന്ത് നൽകുന്നുണ്ട്? അനുഗ്രഹം നൽകും. 119 105 വാക്യം, വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ട് മാറും. എന്ത് ചെയ്താൽ? വചനം പഠിച്ചു കഴിഞ്ഞാൽ. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ദൈവം എന്തിനാണ് നൽകിയത് എന്നതിനെക്കുറിച്ചാണ്. എന്തിനാണ് ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് നൽകിയത്? വായിക്കാം. റോമർ 15:4 വചനം. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവം നമുക്ക് എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നൽകിയത്? എന്തിനു വേണ്ടിയാണെന്നറിയാമോ ദൈവവചനം നൽകിയത്? ദൈവവചനം നൽകിയതിന് പിന്നിൽ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും എടുക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ, എന്നോട് ചേർന്ന് വായിച്ച്, എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ വചനം എഴുതി വച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ഇനി ഓരോന്നായിട്ട് വായിക്കാം. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൽ എഴുതി വച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉപദേശത്തിനായിട്ട്. ഒന്നാമത് ഈ വചനം എന്തിനു വേണ്ടിയുള്ളതാണ്? നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഈ വചനം എഴുതപ്പെട്ടു. ഒന്നാമത് വചനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? വചനം നമ്മുടെ ഉപദേശത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നല്ല അഡ്വൈസ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? വചനത്തിൽ നിന്നാണ്. അപ്പോൾ വചനം എഴുതപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം നമുക്ക് നല്ല അഡ്വൈസ് കിട്ടാൻ വേണ്ടി, ഉപദേശം കിട്ടാൻ വേണ്ടി. രണ്ടാമത്, തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയ്ക്ക് വേണ്ടി. വചനത്തിലൂടെ ദൈവം നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും? സ്ഥിരതയിലേക്ക് കൊണ്ടുപോകും. ആ സ്ഥിരതയിലൂടെ എന്ത് കിട്ടും? നമുക്ക് ആശ്വാസം കിട്ടും, പ്രത്യാശയും കൈവരും. വചനത്തിലൂടെ പിന്നീട് വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്ഥിരത കിട്ടും. എന്തൊക്കെ കിട്ടും? സ്ഥിരത കിട്ടും. രണ്ടാമത്, ആശ്വാസം കിട്ടും. മൂന്നാമത്, പ്രത്യാശ കൈവരും. മനസ്സിലായോ? ഒന്ന്, വചനം എഴുതിയത് നമുക്ക് കിട്ടുന്ന നല്ല ഉപദേശത്തിന് വേണ്ടി. പിന്നീട് 3 കാര്യങ്ങൾ. ഒന്ന്, സ്ഥിരതയ്ക്ക് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം വചനം എഴുതി വച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്ഥിരതയില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രശ്നത്തിൽപ്പെട്ടു, നിങ്ങൾക്കതിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ഒത്തിരി പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഉത്തരം എവിടെയുണ്ട്? വചനം നിങ്ങളെ സ്ഥിരപ്പെടുത്തും. രണ്ടാമത്, നിങ്ങൾക്കൊരു സങ്കടം വന്നു, നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം വന്നു, നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നില്ല. അതെവിടെയുണ്ട്? വചനത്തിലുണ്ട്. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല, നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യാശ എന്തിനുള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം? വചനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എത്ര തകർന്നു പോയാലും വചനം പഠിക്കുന്നവന് ദൈവം ഇതെല്ലാം കിട്ടും. പക്ഷേ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉപദേശം ആദ്യം പഠിക്കണം. മനസ്സിലായോ? വചനം എന്തിനു വേണ്ടിയാണ് എഴുതപ്പെട്ടത്? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയും, നമ്മുടെ ആശ്വാസത്തിന് വേണ്ടിയും, നമുക്ക് സ്ഥിരത കിട്ടാൻ വേണ്ടിയും, നമുക്ക് സമാധാനത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയുമാണ് ദൈവം ഇത് എഴുതി വച്ചത്. വചനം ഇഷ്ടപ്പെടുന്നവന് ദൈവം ഒരു ഗിഫ്റ്റ് വച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? വചനം പഠിക്കാനായി ആഗ്രഹിക്കുന്നവന് യേശു ഒരു സമ്മാനം നൽകും. എന്താണെന്നറിയാമോ? വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങളെ പ്രമാണിക്കും. അതിൻ്റെ അർത്ഥം, ദൈവത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തു പഠിക്കും? കുറച്ച് പറഞ്ഞ് എന്തു പഠിക്കും? വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യും. എങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കാം, ഒരു മനുഷ്യന് വചനം വായിക്കാനും വചനം പഠിക്കാനും താല്പര്യമില്ല എങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണതിൻ്റെ അർത്ഥം? ആരോട് സ്നേഹമില്ല? ദൈവത്തോട് സ്നേഹമില്ല. ഭയങ്കരമായ അർത്ഥമുള്ളൊരു വാക്യമാണ്. ഒന്നുകൂടെ വായിച്ചാൽ മനസ്സിലാകും. എന്നെ സ്നേഹിക്കുന്നവൻ, യേശു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അപ്പോൾ വചനം പ്രമാണിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? വചനം അറിയണം. വചനം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം?
വചനം പഠിക്കണം, പഠിച്ചാലേ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വചനം വായിക്കുന്ന ഒരാളെ യേശു അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? യേശുവിനെയാണ് സ്നേഹിക്കുന്നത്. ഒരു മനുഷ്യന് വചനം വായിക്കാനും വചനം ഏറ്റെടുക്കാനും പഠിക്കാനും താല്പര്യമില്ല എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം, ആ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹം കുറവാണ്. അതിന് വേറെ തർക്കമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്ക് ആരോട് സ്നേഹമുണ്ട്? നിങ്ങൾക്ക് യേശുവിനോട് സ്നേഹമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് യേശുവിനോട് സ്നേഹമുണ്ട്. യേശുവിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വചനം വായിക്കാനും വചനം കേൾക്കാനും വചനം പഠിക്കാനും ബൈബിൾ എടുക്കാനും ബൈബിൾ കൊണ്ടു കിടക്കാനും ഒക്കെ നിങ്ങൾക്ക് മടിയില്ലാത്തത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത്? യേശുവിനെയാണ്. അപ്പോൾ വചനം പഠിക്കുന്ന ഒരാൾ ആരെ സ്നേഹിക്കും? യേശുവിനെ സ്നേഹിക്കും. എങ്കിൽ യേശു പറയുകയാണ്, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും കേട്ടോ. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുമുണ്ട്. അപ്പോൾ വചനം ചെറിയ കാര്യമൊന്നുമല്ല, നിങ്ങളത് മനസ്സിലാക്കി വരിക. വചനത്തെ നമ്മൾ പഠിക്കാനായി ശ്രമിച്ചാൽ യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തെ പഠിക്കാനായി ശ്രമിച്ചാൽ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. എങ്കിൽ പിതാവ് സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ ആര് സ്നേഹിക്കുമെന്നാണ് ഒരു അർത്ഥം? യേശു നിങ്ങളെ സ്നേഹിക്കും. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ വചനത്തെ സ്നേഹിച്ചാൽ നിങ്ങളെ ആര് സ്നേഹിക്കും? ദൈവം സ്നേഹിക്കും. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? വചനത്തോട് പ്രിയമില്ല, പകരം എന്തിനെ സ്നേഹിക്കും? ലോകത്തെ സ്നേഹിക്കും. യേശു പറയുകയാണ്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ഇനി പറഞ്ഞേ, എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? പറഞ്ഞേ, എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള കാര്യം എന്താണ്? വചനം പഠിക്കണം കേട്ടോ. അപ്പോൾ വചനം പഠിക്കുന്നവൻ എന്നേക്കും ഇരിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ ഇരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. വചനം പഠിക്കുന്നവൻ എവിടെ കൊണ്ടിരുത്തും? ദൈവത്തോട് കൂടെ ഇരുത്തും. നഥനയേലിനോട് എന്താണ് പറഞ്ഞത്? നീ ഇനിയും ഇതുപോലെ വചനം പഠിച്ച് മുന്നോട്ട് പോയാൽ നീ എവിടെ ഇരിക്കും? സ്വർഗത്തിലിരിക്കും. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. യേശു അതാ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വചനം പഠിക്കണം, വചനം അനുസരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. എന്ത് ചെയ്യുന്നവനെ സ്നേഹിക്കും? വചനം പഠിക്കുന്നവനെയും വചനം ധ്യാനിക്കുന്നവനെയും സ്നേഹിക്കും. പിന്നെയോ, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം നമ്മളോട് കൂടെ വസിക്കും. നമ്മളോട് കൂടെ വസിക്കുമെന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം ഒരുമിച്ച് വസിക്കുന്ന സ്ഥലം എവിടെയാണ്? പറ, എവിടെയാണ്? സ്വർഗത്തിൽ. ആരോട് കൂടെ? നമ്മളോട് കൂടെ, നമ്മൾ ദൈവത്തോട് കൂടെ ഒരുമിച്ച് വസിക്കും. അർത്ഥം പിടികിട്ടിയോ? കിട്ടിയോ ഇല്ലയോ? കിട്ടി. വലിയൊരു കാര്യമാണ്. വചനം പഠിച്ചു കഴിഞ്ഞാൽ യേശു പറയുകയാണ്, നിങ്ങൾ എന്നെയാണ് സ്നേഹിക്കുന്നത്. വചനം പഠിക്കുന്നവനെ യേശു സ്നേഹിക്കും. യേശു പറയുകയാണ്, എൻ്റെ പിതാവ് സ്നേഹിക്കും, പരിശുദ്ധാത്മാവും സ്നേഹിക്കും. അങ്ങനെ ഞാനും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും നിങ്ങളോട് കൂടെ ചേർന്ന് വസിക്കും. ലോകത്തിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത് എന്ന് നിങ്ങൾ ഓർക്കണം. എന്നെ സ്നേഹിക്കാത്തവൻ, ബാക്കി വായിച്ച്, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. എന്നെ സ്നേഹിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ യേശുവിനോട് സ്നേഹമില്ലാത്തവൻ വചനം വായിക്കില്ല, വചനം പഠിക്കില്ല, വചനം അനുസരിക്കില്ല, വചനത്തോട് താല്പര്യം കാണിക്കുന്നില്ല. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അവന് വചനം പ്രമാണിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ഒരു വീടുണ്ടാകും, ഒരു വീട്ടിൽ എല്ലാവരും വചനത്തെ സ്നേഹിക്കുന്നവർ ആകണമെന്നില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, വയലിൽ 2 പേരിരിക്കും, ഒരാൾ എടുക്കപ്പെടും. 2 പേർ മെതിച്ചുകൊണ്ടിരിക്കും, ഒരാളെ പോകുകയുള്ളൂ. മെതിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞ് 2 പേരും പോകില്ല. ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞ് 2 പേരും പോകില്ല. നിങ്ങൾ ഒരു കുടുംബമായിരുന്നു എന്ന് പറഞ്ഞ് 2 പേരും പോകില്ല. എന്ത് ചെയ്യണം? വചനത്തെ സ്നേഹിക്കണം. ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ ഒരാൾ വചനത്തെ സ്നേഹിച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാം. മറ്റേയാൾ വചനത്തെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് പറയുക, 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്നേഹിച്ചാൽ അതിന് നന്മയുണ്ട്. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എൻ്റെ അയച്ച പിതാവിൻ്റേതത്രേ. നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം എഴുതി വച്ചിട്ടുള്ളതാണ് ഈ വചനങ്ങളെല്ലാം. ഈ വചനങ്ങൾ നിങ്ങൾ പ്രമാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്.
ആ സ്നേഹത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. ആദ്യം മുതലേ ഒന്നുകൂടെ പറഞ്ഞു തരും, കൃത്യമായിട്ട് ഓർമ്മിച്ചോളണം. എവിടെയെങ്കിലും വിട്ടുപോകുന്നുണ്ട് എങ്കിൽ നമ്മളിന്ന് പഠിച്ചത് ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ ബൈബിൾ പഠനം, ബൈബിൾ ധ്യാനം, ബൈബിൾ വായന വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഉദാഹരണമായി നമ്മൾ തുടങ്ങിയത് കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പോസിൻ്റെ അരികിൽ നിന്ന് നഥനയേലിനെ കണ്ടുമുട്ടുന്ന രംഗമാണ്. ഫിലിപ്പോസ് വന്ന നഥനയേലിനോട് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തിൽ വായിച്ച് മനസ്സിലാക്കിയവനെ കണ്ടെത്തി. അതിൻ്റെ അർത്ഥം വചനം വായിച്ചാൽ നിങ്ങൾക്ക് യേശുവിനെ കണ്ടെത്താൻ പറ്റും, വചനം വായിക്കാതെ നിങ്ങൾക്ക് യേശുവിനെ കണ്ടെത്താനായിട്ട് കഴിയില്ല. കണ്ടെത്തി കഴിഞ്ഞാൽ ആ സന്തോഷം മറ്റൊരാളോട് പങ്കുവയ്ക്കണം. നഥനയേലിനോട് പറഞ്ഞു. നഥനയേൽ പറഞ്ഞു, എനിക്ക് നസ്രയത്തിൽ നിന്ന് നന്മ വരുമോ എന്ന് അറിയില്ല. എങ്കിൽ അവനോട് പറഞ്ഞു, നീ വന്ന് കാണുക. നിങ്ങൾ യേശുവിനോട് പറയണം, ചില സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ, കർത്താവേ, എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്ന് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കാണാൻ വേണ്ടി എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ യേശുവിൻ്റെ അരികിലെത്തിയപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ വചനം പഠിക്കാനായി അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അതിൻ്റെ അർത്ഥം വചനം പഠിക്കുന്നവരെ യേശു കൃത്യമായി കാണുന്നുണ്ട്, അവർക്ക് പ്രതിഫലമുണ്ട്. അവർക്കുള്ള പ്രതിഫലം എവിടെയാണ്? സ്വർഗത്തിൽ യേശുവിനും അപ്പനോട് കൂടെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഉള്ളിൽ കപടമില്ല. വചനം വായിച്ചാൽ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകും, കപടം മാറിപ്പോകും, കാപട്യം മാറിപ്പോകും. എന്നിട്ട് യേശുവിനോട് അവൻ പറഞ്ഞു, എനിക്ക് 3 കാര്യം മനസ്സിലായി. ഒന്ന്, നീ യഥാർത്ഥ ഗുരുവാണ്. രണ്ടാമത്, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. നീ ദൈവത്തിൻ്റെ പുത്രനുമാണ്. ഈ കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടല്ല അവൻ മനസ്സിലാക്കിയത്, അവൻ വചനം വായിച്ച് പരിശുദ്ധാത്മാവിനാൽ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, നിനക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയില്ലേ? നീ ഇനിയും വചനം പഠിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് സ്വർഗത്തിൻ്റെ സന്തോഷം കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എവിടെ നിന്ന് മനസ്സിലാക്കിയത്? ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലോട്ട് പോയപ്പോൾ നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ അരികിലെത്തി. അവിടെ 50-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, പ്രവാചകൻ നമ്മളോട് പറയുന്ന കാര്യം, നിങ്ങളുടെ അടുക്കൽ ഒരാൾ സങ്കടത്തോടെ വന്നാൽ നിങ്ങൾക്ക് അയാളെ ആശ്വസിപ്പിക്കാനായി വചനം കർത്താവ് നിങ്ങളെ ഒരു ശിഷ്യനെ പോലെ പഠിപ്പിക്കും. അത് നിങ്ങൾ എങ്ങനെ പഠിക്കണം? യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നു, രാവും പകലും നിങ്ങൾ അതിനെ ധ്യാനിച്ച് പഠിക്കണം. സങ്കീർത്തനം 1-ാം അധ്യായത്തിലും പറഞ്ഞു തരും, രാവും പകലും നിങ്ങൾ വചനം ധ്യാനിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ നിങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങൾക്കൊരു അനുഗ്രഹം തരും. ആ അനുഗ്രഹത്തിൻ്റെ പേരാണ് നിങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. അതിനുവേണ്ടി അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കി. ഒരു സഭയിലെ ജനങ്ങൾ അവരെന്ത് ചെയ്തു? അവർക്ക് കിട്ടുന്ന വചനങ്ങളെ അവർ വെറുതെ വച്ചില്ല, അവർ ജാഗ്രതയോടെ വചനം പഠിക്കുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു. വീട്ടിൽ വന്ന് ദിനം പ്രതി ഈ വചനത്തെ വീണ്ടും 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 പരിശോധിച്ച് അവരുടെ ഹൃദയത്തിൽ അതിനെ ഉറപ്പിച്ചു. അങ്ങനെ ഹൃദയത്തിൽ വചനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്കൊരു നന്മ തരും. അതിൻ്റെ പേരാണ് നിങ്ങൾക്ക് വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരിക്കും. അങ്ങനെ വചനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 119-ാം സങ്കീർത്തനത്തിൽ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളിലും വചനം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇടതടവില്ലാതെ പറഞ്ഞു തരും. ഒന്ന്, വചനം നിങ്ങൾക്ക് ജീവൻ തരും. ഇതുവരെ ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. അത്ഭുതങ്ങളെ കാണും. നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ പറ്റും. ഫോഷ്ക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് മാറ്റപ്പെടും. നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി മാറ്റപ്പെടും. അങ്ങനെ ഒടുവിൽ നമ്മളൊരു ഭാഗത്തിലേക്ക് എത്തി. എന്തിനാണ് ഈ വചനം നമുക്ക് തന്നത്? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു, നമ്മളെ ഉപദേശിക്കാൻ വേണ്ടി വചനം തന്നു, നമുക്ക് ആശ്വാസത്തിനായിട്ട് ഈ വചനം തന്നു, നമ്മുടെ പ്രത്യാശയ്ക്കായിട്ട് ഈ വചനം തന്നു, നമ്മുടെ സ്ഥിരതയ്ക്കായിട്ട് ഈ വചനം തന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഈ വചനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ വചനത്തെ പ്രമാണിക്കണം. യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തെ പ്രമാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നതാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞങ്ങൾ 3 പേരും നിങ്ങളോട് കൂടെ നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിൽ പാർക്കും. അതാണ് ആരോട് പറഞ്ഞത്? നഥനയേലിനോട് പറഞ്ഞത്. അപ്പോൾ ഇനി പറയണം, ബൈബിൾ പഠിക്കുന്നതും വായിക്കുന്നതൊക്കെ നല്ലതിനാണോ? ആണോ? ആണ്. അപ്പോൾ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കണം. എന്താണ് ആ തീരുമാനം? ഇവിടുന്ന് പോകുമ്പോൾ എടുത്തിട്ട് പോകണം. എന്താണ് തീരുമാനം? എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും
ചെയ്യും. അപ്പോൾ